ഓം നമോ നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തൃപ്പാദമഠത്തിൻ്റെ തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇവിടെ രോഹിണി നക്ഷത്ര ജാതകർക്ക് ഈ വർഷം 2024 മാർച്ച് മാസത്തിൽ അനുഭവത്തിലേക്ക് വരാവുന്ന നക്ഷത്രത്തിൻ്റെ മാസഫലം എങ്ങനെയായിരിക്കും എന്നതാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റാതെ പോകും. അതുകൊണ്ടാണ് വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. മാർച്ച് മാസത്തിൽ രോഹിണി നക്ഷത്ര ജാതകർക്ക് ഒട്ടേറെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരുന്ന ഒരു സമയമാണ്. പല രീതിയിലുള്ള ചുമതലകളും ഏറ്റെടുക്കേണ്ടി വരും. ഔദ്യോഗികപരമായും കുടുംബപരമായിട്ടുമുള്ള ചുമതലകളൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. ഇവിടെ ഔദ്യോഗികപരമായി തന്നെ സ്ഥാനക്കയറ്റം ഉണ്ടാകാം, അല്ലെങ്കിൽ സ്ഥലമാറ്റം ഉണ്ടാകാം. ജോലി സംബന്ധമായി സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്തുണ്ടാവും. കൂടാതെ ദീർഘകാലത്തെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുവാനുള്ള ഒരവസരം വന്നു ചേരും. അവരുടെ ഏറ്റവും നല്ല ആഗ്രഹങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുവാൻ വേണ്ടി ഈ സമയത്ത് സന്താനങ്ങൾക്ക് അല്ലെങ്കിൽ ജാതകർക്ക് കഴിയും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വ്യാപാര കാര്യങ്ങളിൽ വളരെ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമായിരിക്കും 2024 ഈ മാർച്ച് എന്ന് പറയുന്നത്. കൂടാതെ കാര്യസാധ്യത്തിനായി, അതിപ്പോൾ ഒരു പരീക്ഷയാവട്ടെ, ജോലി സംബന്ധമായിട്ടുള്ളൊരു കാര്യമാവട്ടെ, എന്തായിരുന്നാലും പ്രത്യേക പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തേണ്ടതായി വരുന്നതാണ്. അത് ആ ജാതകരുടെ മനസ്സിനകത്തുള്ള ഒരു പ്രേരണയാണ് അങ്ങനെ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത്. വ്യത്യസ്തവും വിവിധങ്ങളുമായ ആശയങ്ങൾ ജാതകരുടെ മുന്നിലേക്ക് കടന്നു വരും. പല രീതിയിൽ കൂടെയും പല വഴിയിൽ കൂടെയും പല ആശയങ്ങൾ ജാതകരിലേക്ക് വന്നു ചേരും. എന്നാലും വിദഗ്ധരുടെ അല്ലെങ്കിൽ ഗുരുസ്ഥാനീയരായ ആൾക്കാരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് മാത്രം അതുപോലെ വേണ്ട പോലെ പ്രവർത്തിക്കുന്നതാകും നല്ലത്. ആ ഒരു ഉപദേശം കൂടെ സ്വീകരിക്കുക. അത് ചെയ്താൽ നല്ലതാണോ അല്ലെ ചീത്തയാണോ എന്നുള്ളൊരു കാര്യവും കൂടെ മുതിർന്നവർ പറഞ്ഞു തരുന്നത് കേട്ട് ചെയ്യുക എന്നുള്ളതാണ്. ജാതകരുടെ വ്യക്തിപ്രഭാവത്താലും നയപരമായ സമീപനങ്ങളാലും ദുഷ്പ്രചാരണങ്ങൾ നിഷ്പ്രഭമാകും. അഴുക്ക രീതിയിലുള്ള മറ്റുള്ള ആൾക്കാരുടെ പ്രചരണങ്ങളൊക്കെ നിങ്ങളുടെ ആ വ്യക്തിത്വത്തിൻ്റെ ഒരു ബലത്തിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും ഇതെല്ലാം ഇല്ലാതായി പോകും എന്നുള്ളതാണ്. രോഹിണി ജാതകരിൽ തന്നെ ചില ജാതകർ നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുകയും കൂടുതലായിട്ട് ലാഭം കിട്ടുന്ന വിജയകരമായ വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് നിർബന്ധരായിട്ട് ഇറങ്ങിത്തിരിക്കും എന്നുള്ളതാണ്. ആ വഴിയിൽ പോയാലും നഷ്ടം സംഭവിക്കത്തില്ല, വിജയം കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ഉപരിപഠനത്തിന് ഇപ്പോൾ നിലവിൽ പോയിട്ടുള്ളവർക്ക് തൃപ്തികരമായ ഉദ്യോഗം ലഭിക്കുകയും അതിൻ്റെ ആത്മവിശ്വാസത്തോടെ തന്നെ അതിലേക്കുള്ള പരീക്ഷകളിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. നല്ല രീതിയിലുള്ള മനസ്സിനിണങ്ങിയതും തൃപ്തികരമായതും സാമ്പത്തികപരമായിട്ടുള്ള നല്ല രീതിയിലുള്ളൊരു ജോലി ലഭിക്കുവാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.